മൂന്ന് പള്ളികളിൽ ഒരേ സമയം പെരുന്നാൾ നടക്കുന്ന എറണാകുളം ജില്ലയിലെ പിറവമാണ് ഈ സ്ഥലം. പിറവം പാലമാണ് നമ്മൾ കാണുന്നത്. നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ ആ പാലത്തിനോട് ചേർന്നുള്ള നടപ്പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് മൂവാറ്റുപുഴ ആറാണ്. ഈ മൂവാറ്റുപുഴ ആറിൻ്റെ മറുകരയിലാണ് ഈ മൂന്ന് പള്ളികളും ഉള്ളത്. ദൂരെ കാണുന്ന ഒരു എയ്റോപ്ലെയിനാണ്. ആ എയ്റോപ്ലെയിൻ നമുക്ക് തൊട്ട് അടുത്ത് പോയി കാണാം. ഈ നടപ്പാത ക്രോസ് ചെയ്ത് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടവിലിരിക്കുന്ന എയ്റോപ്ലെയിൻ കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് പള്ളികളുടെ കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കഫറ്റേറിയൊക്കെ ഉണ്ട്. ആ ദൂരെ കാണുന്ന പാലത്തിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ആദ്യത്തെ പള്ളി, മൂന്ന് രാജാക്കളുടെ പള്ളി എന്ന് പറയുന്ന സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളിയാണിത്. ഇവിടെ ഇന്ന് ധനേഹ പെരുന്നാൾ നടക്കുകയാണ്. ധനേഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബാപ്റ്റിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഘോഷമാണ്. അതുപോലെ മൂന്ന് രാജാക്കൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനസമയത്ത് എത്തിയ വിശുദ്ധരായിട്ടുള്ള മൂന്ന് രാജാക്കളെക്കുറിച്ച് ബൈബിളിലൊക്കെ കഥയുണ്ട്. ആ സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് ഇത് മൂന്ന് രാജാക്കളുടെ പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ മൂന്ന് രാജാക്കളുടെ നട എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഇവിടെ വലിയ ഒരു പ്രൊസഷൻ ഉണ്ടായിരുന്നു. അത് പകലായിരുന്നു. അത് ഏതാണ്ട് പേപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ചാപ്പലിൽ നിന്നും ഈ പള്ളിയിലേക്കായിരുന്നു ആ പ്രൊസഷൻ ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരത്തിലുള്ള പള്ളിയിലേക്ക് അവിടെ നിന്ന് ഇവിടെ വരെ ആൾക്കാർ വരുന്നതാണ്. അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന മുത്തുക്കുടകളും മറ്റ് സാമഗ്രികളും ഒക്കെയാണ് ഇവിടെ നിരത്തി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലേക്ക് പോവാം. അതാണ് പിറവം വലിയ പള്ളി എന്ന് അറിയപ്പെടുന്നത്. സെൻറ്റ് മേരീസ് കത്തീഡ്രൽ, ഇതാണ് അതിൻ്റെ പ്രവേശന കവാടം. ഇതിനോട് ചേർന്ന് ഒരു ക്ഷേത്രവുമുണ്ട്. ഇതാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ. ഇവിടെയും പെരുന്നാളാണ്. ജനുവരി 1 മുതൽ 6 വരെയാണ് ഈ മൂന്ന് പള്ളികളിലെയും പെരുന്നാൾ നടക്കുന്നത്. മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്ത് ഒരു കുന്നും പ്രദേശത്താണ് ഈ വലിയ പള്ളി ഇരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. കാണാനും ഒക്കെ വളരെ പഴക്കമുള്ള പള്ളിയാണ്. സെൻറ്റ് തോമസിൻ്റെ കാലം മുതൽ എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയും സ്ഥാപനങ്ങളും ഒക്കെയാണ്. ആ മൂവാറ്റുപുഴ ആറ്റിൽ ഈ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ചൊരു വള്ളമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ദൂരെ പിറവം പാലം കാണാം. ഇനി നമ്മൾ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ കാല തൂണുകളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കരിങ്കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴേക്ക് പോന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ വെളിയിൽ നമുക്ക് പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കാണാം. ഈ പള്ളിയോട് ചേർന്ന് പിഷാരിക്കാവ് ദേവീക്ഷേത്രമുണ്ട്. ദേവീക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജ നടക്കുന്ന സമയമല്ല, 5:30 ശേഷം നട തുറക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. ഇതാണ് പിഷാരിക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. നമ്മൾ പുറത്തേക്ക് നടന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 2 പള്ളികളുടെ, വലിയ പള്ളിയുടെയും ചെറിയ പള്ളിയുടെയും പിഷാരിക്കാവിൻ്റെ എൻട്രൻസിൽ നമ്മൾ എത്തുകയാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിറവം ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന വിശുദ്ധ രാജാക്കളുടെ ജ്ഞാനായ കാത്തോലിക്ക പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ 3 പള്ളികളാണ് ഇവിടെയുള്ളത്. 3 സ്ഥലത്തും ഒരേ സമയം പെരുന്നാൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ പിറവത്തിൻ്റെ ഒരു പ്രത്യേകത. ആ സമയത്ത് പിറവം ടൗൺ ഓൾമോസ്റ്റ് എല്ലായിടവും തന്നെ ബ്ലോക്കായിരിക്കും. തിരക്ക് കൊണ്ട് വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുകയൊക്കെ ചെയ്യും. ഇപ്പം വൈകുന്നേരമായി, ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. കണ്ട സ്ഥലങ്ങളെല്ലാം ഒരിക്കൽ കൂടി കാണാം. കൂടെ പോരുമല്ലേ? അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ.
നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. നിന്റെ ഫലവശന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധീമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയുള്ളവനാകുന്നു. നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ രക്ഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് വരയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യങ്ങളെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് മാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനിയും വരുവാൻ ചെയ്യുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഇപ്രവത്തിന്റെ പള്ളികളിലെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.